ഹായ് ഡിയേഴ്സ്, ഞാൻ ഇന്നൊരു ഷറാറയും സ്കർട്ട് പലാസോയുമാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്. അതിനായിട്ട് സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ഒക്കെ വരുന്നു. മീറ്ററിന് 450 രൂപ വില വരുന്ന 1.5 മീറ്റർ ക്ലോത്തും, സ്കർട്ട് പലാസോയ്ക്ക് വേണ്ടിയിട്ട് 3 മീറ്റർ പ്ലെയിൻ സിൽക്കിൻ്റെ മെറ്റീരിയലും, ലൈനിങ്ങിനായിട്ട് 4.5 മീറ്റർ വൈറ്റ് ക്രൈപ്പുമാണ് എടുത്തിട്ടുള്ളത്. ടോപ്പിന് കട്ട് ചെയ്യാനായിട്ട് ഇതുപോലെ 4ആയി മടക്കിയെടുത്തതിന് ശേഷം മടക്ക് വശത്ത് നിന്നാണ് നമുക്ക് വളവുകൾ മാർക്ക് ചെയ്തെടുക്കേണ്ടത്. താഴ്ഭാഗത്ത് വർക്ക് വരുന്നത് കൊണ്ട് ഞാനിത് മടക്കി സ്റ്റിച്ച് ചെയ്യുന്നില്ല കേട്ടോ. അതുകൊണ്ട് 35 ലെങ്ത്ത് വേണ്ടിയെടുത്ത് 1/2 ഇഞ്ച് മാത്രം തയ്യൽ തുമ്പിനായിട്ട് കൂട്ടിയെടുത്തിട്ട് 35.5 ഞാൻ ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. നെക്കിൻ്റെ വിഡ്ത്ത് 2 ഇഞ്ചും ലെങ്ത്ത് 5 ഇഞ്ചുമാണ് കേട്ടോ കൊടുക്കുന്നത്. താഴ്ഭാഗത്തെ വിഡ്ത്തും 2 ഇഞ്ച് കൊടുത്തിട്ട് നമുക്കിതൊരു ബോക്സ് രൂപത്തിലാക്കി എടുത്തിട്ട് ഞാനിത് വീനക്കാട്ടോ കൊടുക്കുന്നത്. വീനക്ക് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ഇതിൻ്റെ സെൻറ്ററിലൊന്ന് മാർക്ക് ചെയ്തിട്ട് 1/2 ഇഞ്ച് കൂടി നമുക്കൊന്ന് കൂട്ടി കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടുമ്പോൾ നല്ല ഇറുകി കിടക്കും കേട്ടോ കഴുത്ത്. ഷോൾഡർ 5.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തതിന് ശേഷം താഴേക്കൊരു 6.5 ഇഞ്ചിൽ നമുക്ക് കൈക്കുഴിക്ക് വേണ്ടിയിട്ട് അടയാളപ്പെടുത്തിയെടുക്കാം. ചെസ്റ്റ് അളവ് വരുന്നത് 32 ഇഞ്ചാണ്. അതിൻ്റെ 4 ഭാഗത്തിലൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പിനായിട്ട് കൂട്ടിയെടുത്തിട്ട് 10 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കിതൊരു ബോക്സ് രൂപത്തിലാക്കിയെടുക്കാം. കൈക്കുഴി വരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഷോൾഡറിൽ നിന്നും താഴേക്ക് ഒരു 13 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അവിടെയാണ് ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. 28 ഇഞ്ചാണ് അവിടുത്തെ അളവ് വരുന്നത്. അതിൻ്റെ 4 ഭാഗത്തിലൂടെ 2 ഇഞ്ച് കൂട്ടിയെടുത്തിട്ട് 8 ഇഞ്ച് നമുക്ക് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നീട് ഷോൾഡറിൽ നിന്നും 21 ഇഞ്ച് താഴേക്ക് അടയാളപ്പെടുത്തിയതിന് ശേഷം നമുക്ക് സ്ലിറ്റിനുള്ള അളവുകൾ രേഖപ്പെടുത്തിയെടുക്കണം. ഈ ഒരു ഭാഗത്തെ അളവ് വരുന്നത് 40 ഇഞ്ചാണ് കേട്ടോ. അതിൻ്റെ 4 ഭാഗത്തിലൂടെ 1.5 ഇഞ്ചാണ് നമുക്ക് കൂട്ടിയെടുക്കേണ്ടത്. അങ്ങനെ 11.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ശേഷം മാർക്ക് ചെയ്തെടുത്ത പോയിന്റുകളെല്ലാം നമുക്കൊന്ന് കൂട്ടി വരച്ചെടുക്കാം. ഈ ഒരു ഭാഗത്ത് നമ്മൾ കൊടുത്ത 11.5 ഇഞ്ച് തന്നെയാണ് കേട്ടോ ടോപ്പിൻ്റെ താഴ്ഭാഗത്തും കൊടുക്കേണ്ടത്. ഇനി നമുക്ക് മാർക്ക് ചെയ്തെടുത്ത വരകളിലൂടെ കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തും കൂടി എടുക്കാം. ഇനി സ്ലീവിന് വേണ്ടിയിട്ട് 4ആയി മടക്കിയെടുത്ത ക്ലോത്തിൻ്റെ സ്ലീവ് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 16 ഇഞ്ച് ലെങ്ത്തിലാണ് കേട്ടോ സ്ലീവ് വേണ്ടത്. തയ്യൽ തുമ്പിനായിട്ട് 2 ഇഞ്ച് കൂട്ടിയെടുത്ത് 18 ഇഞ്ച് ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ട് മുകൾ ഭാഗത്ത് നിന്നും 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത് ആ ഒരു പോയിന്റിൽ നിന്നും താഴേക്ക് 2.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് ആ ഒരു പോയിന്റിലേക്ക് ഇതുപോലെ ഒന്ന് വരച്ചെടുത്തതിന് ശേഷം നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. ഇനി സ്കർട്ട് പലാസോ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് 40 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ അരവണ്ണത്തിൻ്റെ അളവായ 28 ഇഞ്ചിൻ്റെ 4 ഭാഗത്തിലൂടെ 4 ഇഞ്ചും കൂടി കൂട്ടിയെടുത്തിട്ട് നമുക്ക് 11 ഇഞ്ച് കൂടി ഈ ഒരു 40ലൂടെ ആഡ് ചെയ്യണം. അപ്പോൾ 51 ഇഞ്ചിലാണ് ഇതിൻ്റെ ലെങ്ത്ത് എടുക്കേണ്ടത്. ശേഷം നമ്മൾ അംബ്രല്ല സ്കർട്ടൊക്കെ കട്ട് ചെയ്യാനായിട്ട് മടക്കി എടുക്കുന്നത് പോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. ശേഷം മുകൾ ഭാഗത്തു നിന്നും 11 ഇഞ്ച് നമുക്ക് ഇതുപോലെ ചുറ്റിലും മാർക്ക് ചെയ്തെടുക്കാം. ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാനായിട്ട് 2 ഇഞ്ച് വീതിയുള്ളൊരു പീസ് കൂടി വെച്ച് കൊടുക്കേണ്ടതിനാൽ നമുക്ക് ലെങ്ത്തിൻ്റെ കറക്റ്റ് അളവായ 40 ഇഞ്ചാണ് ഇവിടെ നിന്ന് താഴേക്ക് അടയാളപ്പെടുത്തിയെടുക്കേണ്ടത്. ഈ ഒരു അളവിൽ തേപ്പ് വെച്ചിട്ട് വേണം താഴ്ഭാഗത്തേക്കുള്ള 40 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാൻ. ഇതുപോലെ ഈ ഒരു അളവിൽ വെച്ചിട്ട് ചുറ്റിലുമായിട്ട് നമുക്ക് മാർക്ക് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് വരച്ചെടുത്തിട്ട് കട്ട് ചെയ്ത് മാറ്റാം. താഴ്ഭാഗത്തായിട്ട് നമുക്ക് ഇതിനൊരു പീസ് തേച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് നമുക്ക് കട്ട് ചെയ്തതിന് ശേഷം ബാക്കി വന്ന ക്ലോത്തിനെ ഇതുപോലെ 2ആയി മടക്കിയെടുത്തിട്ട് 1/2 ഇഞ്ച് മുകളിലേക്ക് കയറ്റി വെച്ചിട്ട് താഴ്ഭാഗത്തെ അളവിനനുസരിച്ചൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് താഴേക്ക് ഒരു 12.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തെടുക്കാം. ഇനി ആ ഒരു പോയിന്റിൽ നിന്നും
ഉള്ളിലേക്കായിട്ടൊരു 3 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇനി നമുക്ക് ഇതൊരു ബോക്സ് രൂപത്തിലാക്കി എടുത്തതിന് ശേഷം ഒന്ന് കർവ് ചെയ്തെടുക്കാം. ശേഷം നമുക്കിത് ഒന്നും കൂടി ഒന്ന് അളന്ന് നോക്കാം കേട്ടോ. തയ്യൽ തുമ്പടക്കം ഇവിടെ ഇനി നമുക്ക് ഇതിൽ 2 ഇഞ്ച് വീതിയിലുള്ള ഒരു ഇലാസ്റ്റിക് കൂടി വരാനുണ്ട്. അപ്പോൾ അളവ് കൂടിപ്പോയാൽ നടയുടെ ഭാഗം ഇങ്ങനെ ഇറങ്ങി കിടക്കും കേട്ടോ. മാർക്ക് ചെയ്തതിലൂടെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഓപ്പൺ അല്ലാത്ത ഈ ഒരു ഭാഗം കൂടി കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ ഒരു അളവിൽ നിന്നും 1 ഇഞ്ച് മാത്രം കുറച്ച് കൊടുത്തിട്ട് സെയിം രീതിയിൽ തന്നെ ലൈനിങ്ങും കൂടി കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാനായിട്ട് 4 ഇഞ്ച് വീതിയും 32 ഇഞ്ച് നീളത്തിലുമുള്ളൊരു പീസ് കൂടി കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ടോപ്പിനുള്ള ലൈനിങ്ങും സ്ലീവിനുള്ള ലൈനിങ്ങും കട്ട് ചെയ്തെടുക്കാം. ലൈനിങ്ങിന് മുകളിലായിട്ട് ടോപ്പിൻ്റെ നല്ല വശം ഉള്ളിൽ വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചിട്ട് ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തെ ലൈനിങ് ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നല്ല വശം മുകളിലേക്ക് മറിച്ചെടുത്തിട്ടൊന്ന് നെക്ക് പതിച്ച് തയ്ക്കാം. പിന്നീട് ഫ്രണ്ട് പാർട്ട് ലൈനിങ്ങുമായിട്ട് ചേർത്തടിച്ചിട്ട് ബാക്കി വരുന്ന ലൈനിങ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ബാക്ക് പാർട്ട് സെയിം രീതിയിൽ തന്നെ ചെയ്തെടുത്തിട്ട് നമുക്ക് ഷോൾഡർ കൂട്ടി കൊടുക്കാം. സ്ലീവ് ലൈനിങ്ങുമായിട്ട് ചേർത്തടിച്ചിട്ട് താഴ്ഭാഗം 1/2 ഇഞ്ച് വീതിയിൽ 2ആയി മടക്കി അടിച്ചെടുത്തിട്ട് ജോയിൻ ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള അളവുകൾ രേഖപ്പെടുത്തി കൊടുക്കാം. കുട്ടിയുടെ ചെസ്റ്റ് അളവ് വരുന്നത് 32 ഇഞ്ച് ആയതുകൊണ്ട് നമുക്ക് 34 കിട്ടുന്ന രീതിയിൽ 17 ഇഞ്ചിലാണ് ഈ ഒരു ഭാഗത്ത് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഷേപ്പിൻ്റെ ഭാഗത്ത് 28 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ അവിടെ 30 കിട്ടുന്ന രീതിയിൽ 15 മാർക്ക് ചെയ്ത് കൊടുക്കാം. സ്ലിറ്റ് കൊടുക്കേണ്ടത് നമുക്ക് വരുന്നത് 40 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ 42 കിട്ടുന്ന രീതിയിൽ 21 ഇഞ്ച് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം. ഈ പോയിന്റുകളെല്ലാം വരച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ ഓപ്പൺ ആക്കി കൊടുക്കേണ്ടുന്ന ഭാഗം ആദ്യം 1/2 ഇഞ്ച് വീതിയിൽ ഒറ്റ തവണ മടക്കി തയ്ച്ചതിന് ശേഷം പിന്നെ ഒന്നുകൂടി മടക്കി തയ്ക്കുമ്പോഴാണ് കേട്ടോ കൂടുതൽ വൃത്തിയായിട്ട് എനിക്ക് കിട്ടാറുള്ളത്. ഇനി നമുക്ക് താഴ്ഭാഗത്തെ വർക്കിനോട് അടുപ്പിച്ച് കത്രിക ഉപയോഗിച്ച് നല്ല രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. പാൻറ്റിൻ്റെ ലെങ്ത്തിൽ ജോയിൻ ചെയ്ത് കൊടുക്കാനുള്ള പീസ് ചേർത്ത് തയ്ച്ചതിന് ശേഷം 4 ഇഞ്ച് വീതിയിൽ താഴ്ഭാഗം മടക്കി തയ്ച്ചെടുത്ത് ലൈനിങ്ങുമായിട്ടൊന്ന് ചേർത്തടിക്കാം. ഇനി പാൻറ്റിൻ്റെ താഴേക്കുള്ള ഈ ഒരു ഭാഗം ആദ്യം ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് 2 പാർട്ടും കൂടി ഒരുമിച്ച് വെച്ചിട്ട് നല്ല ഭാഗം ഉള്ളിൽ വരുന്ന രീതിയിൽ ഒരു ശേഷം ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാനായിട്ട് കട്ട് ചെയ്ത പീസിൻ്റെ 2 വശവും 4 ഇഞ്ച് വീതിയിൽ ഇതുപോലെ ഒന്ന് മടക്കി തയ്ച്ചെടുത്തതിന് ശേഷം ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാം. അരവണ്ണത്തിൽ നിന്ന് 2 ഇഞ്ച് കുറച്ചിട്ട് 26 ഇഞ്ച് നീളത്തിലാണ് കേട്ടോ ഇലാസ്റ്റിക് എടുക്കേണ്ടത്. ഇനി ഇലാസ്റ്റിക് ഇട്ട ഭാഗം കൂടി ഒന്ന് ചേർത്തടിച്ചിട്ട് ഇതുപോലെ ഒന്ന് വലിച്ചു പിടിച്ചിട്ട് ഇലാസ്റ്റിക്കിന് നടുവിലൂടെ ആയിട്ട് ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ടോപ്പിൻ്റെ സ്ലീവ് പ്ലെയിൻ ആയതുകൊണ്ട് അതിലൊരു പീച്ച് കളർ എംബ്രോയിഡറി ത്രെഡ് ഉപയോഗിച്ച് താഴ്വശത്തായിട്ട് ഒരു കുഞ്ഞ് എംബ്രോയിഡറി ചെയ്ത് കൊടുക്കുന്നുണ്ട്. കട്ട് പീസിലുണ്ടായിരുന്ന വർക്ക് വരുന്ന ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് സ്ലീവിൽ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ ലാസ്റ്റ് ലുക്ക്. ഇഷ്ടമാണെങ്കിലൊന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.